meditation as Onam special. Topic is awareness. What is awareness? Awareness രണ്ട് രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടാറുണ്ട്. One in pure form awareness ഉണ്ടാവും, ബോധാവസ്ഥ. Another form is called aware ego. എന്നുവെച്ചാൽ എനിക്ക് ബോധം ഉണ്ടെന്ന ഒരു അഹങ്കാരം. സോ നമ്മൾ ഫസ്റ്റ് എത്തിച്ചേരുന്ന ആദ്യത്തെ സ്റ്റേറ്റിലാണ്. എനിക്ക് ഒരു ബോധം ഉണ്ടെന്നൊരു അഹങ്കാരമായിരിക്കും നമുക്ക് ആദ്യം കിട്ടുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് കാണരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് വൺ ഈസ് അഹങ്കാരം ആൻഡ് ബുദ്ധി. ഇങ്ങനൊരു സെപ്പറേഷൻ ആണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിന് ആദ്യം ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഡിവിഷൻ അതാണ്, അഹങ്കാരം ആൻഡ് ബുദ്ധി. ഇതിനാണ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളൊരു വൺനെസ് ഫീൽഡിലാണ്, നമ്മളെല്ലാം ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ്സിലാണ്. നമ്മളെല്ലാം ചൈതന്യം വളരെ യുണൈറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് അഹങ്കാരം ആൻഡ് ബുദ്ധി, ഈ ഒരു സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നീടാണ് പിന്നെ ഡിഫറെന്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നതാണ്. ചൈതന്യം പിന്നെയും മാറുമ്പോഴാണ് നമുക്ക് ചിത്ത, മനസ്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ അതിലേക്കൊന്നും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. മേക്ക് ഇറ്റ് മോർ സിമ്പിൾ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവയർനെസ് ഉണ്ടാവുമ്പോൾ ആദ്യത്തെ നമ്മുടെ അവയർനെസ് എന്ന് പറയുന്നത് ഒരു അഹങ്കാരമായിരിക്കും. എനിക്ക് അവയർനെസ് ഉണ്ട് എന്നൊരു അവയർനെസ്. ബട്ട് അത് പ്യുവർ അവയർനെസ് അല്ല. ബട്ട് സ്റ്റിൽ ആ ഒരു അവയർനെസ് ആവശ്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ബോധമുണ്ട്, ഓക്കെ ഞാൻ ഇന്നിപ്പം സദ്യ കഴിച്ചു, എനിക്ക് ബോധമുണ്ട്. ഞാൻ ഇന്ന് ശർക്കര വരട്ടി കഴിച്ചപ്പം യെസ് എനിക്ക് അവയർനെസ് ഉണ്ട്. സോ ഇതിന്റെ ലെവൽസ് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മോർ ആൻഡ് മോർ എങ്ങനെ നമുക്ക് അതിനെ മൾട്ടിപ്പിൾ ലെവൽസിൽ അതിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതിന് നമുക്ക് വേണ്ടത് പേയിങ് അറ്റൻഷൻ ആണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും കുറെ കൂടി അറ്റൻറ്റീവ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക, നേരത്തെ ചെയ്തതിനേക്കാൾ. എന്തിൽ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. പേയിങ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിയറിൽ അറ്റൻഡ് ചെയ്യാം, നമുക്ക് ലവിൽ അറ്റൻഡ് ചെയ്യാം. നമുക്ക് രണ്ട് തരത്തിലുള്ള ഫ്യൂവൽസ് ആണ് എപ്പോഴും നമ്മുടെ ലൈഫിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ ഈസ് ഫിയർ ബേസ്ഡ്, വൺ ഈസ് ലവ് ബേസ്ഡ്. ഈ 2020 ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഫിയർ ബേസ്ഡ് കോൺഷ്യസ്നെസ്സിൽ നിന്നും ലവ് ബേസ്ഡ് കോൺഷ്യസ്നെസ്സിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഫിയർ ബേസ്ഡ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് ലവ് ബേസ്ഡ് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ചേഞ്ച് ആവണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ് ഡിസിപ്ലിൻ. നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം. ഡിസിപ്ലിൻ എന്ന് പറയുമ്പം നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നു, 5:30 മെഡിറ്റേഷൻ ചെയ്യുന്നു, 6 മണിക്ക് ഞാൻ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് ഒരു ടൈം ടേബിൾ ആണ്. ടൈം ടേബിളിൽ ഡിസിപ്ലിനും എപ്പോഴും രണ്ടാണ്. ഡിസിപ്ലിൻ മീൻസ് പ്രോപ്പർ സെപ്പറേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഓരോ സമയവും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ലൈഫിൽ ഓരോ മൊമെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി എന്താണ്. ഇൻട്രസ്റ്റിംഗ്ലി നമ്മളെല്ലാവരും മറ്റുള്ളവർ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന കാര്യത്തിൽ മാസ്റ്റേഴ്സ് ആണ് എല്ലാവരും. പലരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അച്ഛനമ്മമാരുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കും. നമ്മൾ എന്താ പറയാ, ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഈസ് അവർ തോട്ട്സ്, വേർഡ്സ്, അതും തല കാണിച്ചോളൂ. യെസ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. യെസ്, തോട്ട്സ്, വേർഡ്സ്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ അടിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ
സർ മ്യൂട്ടഡ് ആണ് സർ. ഇപ്പൊ മ്യൂട്ട് മാറിയില്ലേ? ഇപ്പൊ കേക്കാം, റെക്കോർഡിംഗ് നടക്കുന്നു. ഓക്കെ, രണ്ടുപേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇന്റൻഷൻ, വാട്ട് ഈസ് അവർ ഇന്റൻഷൻ? ഓരോ മൊമെന്റ് ബൈ മൊമെന്റ് നമ്മുടെ ഇന്റൻഷൻ ഉണ്ടാണ്. സോ നമ്മൾ മെഡിറ്റേറ്റിംഗ് കേരള എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് ദി വൈബ്രേഷൻ. വൈബ്രേഷൻ എങ്ങനെ കൂട്ടാം, ഫ്രീക്വൻസി എങ്ങനെ വർദ്ധിപ്പിക്കാം, നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ആ വൈബ്രേഷൻ, നമ്മളിലെ വൈബ്രേഷൻ കൂടുക എന്നുള്ളതാണ് എപ്പോഴും ആവശ്യം. നമ്മുടെ വൈബ്രേഷൻസ് എങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കാം. വൈബ്രേഷൻ കൂട്ടാൻ ഏറ്റവും സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് മെത്തേഡ് ഈസ് മെഡിറ്റേഷൻ. ഓൾറെഡി മാസ്റ്റേഴ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതാണ് മെഡിറ്റേഷൻ. ബട്ട് മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസ് ആണ് നമ്മുടേതായ ഒരു ഇന്നർ ക്ലിയറിംഗ് എന്ന് പറയുന്ന ആസ്പെക്ട്. നമുക്ക് പല കാര്യങ്ങൾ പൊങ്ങി പൊങ്ങി വരും നമ്മുടെ ഉള്ളിൽ. നമ്മുടേതായ ഇമോഷൻസ് ഉണ്ടാവും, നമ്മുടേതായ മെമ്മറീസ് ഉണ്ടാവും, നമ്മുടേതായ തന്നെ ചില തോട്ട് ഫോംസ് ഉണ്ടാവും. സോ അതിന്റെ ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമ്മുടെ തോട്ട് ഫോംസിന്റെ, നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസിന്റെ, നമുക്കുണ്ടാവുന്ന വേദനയുടെ. പലപ്പോഴും നമ്മൾ കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങൾ ജീവിതത്തിൽ നടക്കാറുണ്ട്. ജസ്റ്റിഫിക്കേഷൻ ടോട്ടാലിറ്റിയിൽ തന്നെ നിർത്തിയാൽ നമുക്ക് ഫിയർ ബേസ്ഡ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് ലവ് ബേസ്ഡ് കോൺഷ്യസ്നെസ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഫിയർ ബേസ്ഡ് കോൺഷ്യസ്നെസ്സിനാണ് എപ്പോഴും എന്താ പറയുക, ജസ്റ്റിഫിക്കേഷൻ എപ്പോഴും ആവശ്യം വേണ്ടി വരുന്നത്. ഫിയർഫുൾ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായി സർവൈവൽ കോൺഷ്യസ്നെസ്സിൽ സ്റ്റക്ക് ആയിരിക്കുന്ന സമയം നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. നമ്മൾ എന്തിനാണ് അത് ചെയ്തതിനുള്ള ജസ്റ്റിഫിക്കേഷൻ. സോ അത് കുറയും തോറും നമ്മളൊരു ലവ് ബേസ്ഡ് കോൺഷ്യസ്നെസ്സിലേക്ക് മൂവ് ചെയ്യും. 2020 തൊട്ടുണ്ടാകാൻ പോകുന്ന ഒരു മേജർ ചേഞ്ച് അതായിരിക്കും, നമ്മൾ കുറെ കൂടി ലവ് ബേസ്ഡ്. നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പൊ ന്യൂ ഏജിലെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു സ്നേഹം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളാണ് പുതിയതായി ജനിക്കുന്നത്. അവരുടെ സോ ഒരു കമ്പാഷനേറ്റ് എനർജി സ്പേസ് ഓപ്പൺ ആവുന്ന ഒരു ടൈം പീരീഡിലാണ്. സോ ഇപ്പം ഇവിടെ എന്റെ ഇന്റർനെറ്റ് ഇച്ചിരി അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. മേ ബി ഇന്ന് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം, ഓണം ആയതുകൊണ്ട് തന്നെ. സോ ഓണത്തിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുള്ള മഹാബലി എന്ന് പറയുന്ന രാജാവിന്റെ കഥയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വൺസ് വി പുഷിംഗ് ദി ലോവർ ഹയർ ഡിലൈറ്റ്. മഹാബലി ലോവർ ആണെന്നല്ല, മഹാബലിയിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു ലോവർ കോൺഷ്യസ്നെസ് പുഷ് ചെയ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം എൻലൈറ്റൻഡ് ആയത്. ആക്ച്വലി വാമനൻ ചവിട്ടി താഴ്ത്തി എന്ന് പറയുമ്പം അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തി എന്നുള്ളതല്ല, ഇറ്റ്സ് ആൻ എൻലൈറ്റ്മെന്റ് സ്റ്റോറി. മഹാബലി എൻലൈറ്റൻഡ് ആയി എന്നതാണ് അവിടെ അവസ്ഥ. ഒരു എൻലൈറ്റ്മെന്റ് സ്റ്റോറി ആയിട്ടുള്ള ഒരു അറിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നിൽ കിട്ടിയിരുന്ന ഒരു അറിവാണ് മഹാബലിയുടെ ഒരു എൻലൈറ്റ്മെന്റ് സ്റ്റോറിയാണ്. ബിക്കോസ് അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഇല്ലാത്ത സമയം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ വി ഡോണ്ട് ഹാവ് എൻലൈറ്റൻമെന്റ്, നമ്മള് ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഉണ്ടാവും. ഡിസ്ക്രിമിനേഷൻ ഇൻ ദി സെൻസ് കുറെ കാര്യങ്ങൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് തന്നെ എപ്പോഴും നടക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അത് എന്താ പറയാ, നമുക്ക് 3 തരത്തിലുള്ള ബിസിനസ് ഉണ്ടെന്നുള്ളതാണ് എന്റെ മാസ്റ്റർ എപ്പോഴും ഡോക്ടർ ന്യൂട്ടൺ ഷെയർ ചെയ്യുന്നത്. ദർ ആർ 3 ബിസിനസ്. വൺ ഈസ് പേഴ്സണൽ ബിസിനസ്, വൺ ഈസ് അതേഴ്സ് ബിസിനസ്, വൺ ഈസ് ഗോഡ്സ് ബിസിനസ്. സോ പലപ്പോഴും നമ്മൾ ഈ ഗോഡ്സ് ബിസിനസ്സിൽ ഇന്റർഫിയർ ചെയ്യാറുണ്ട്. സോ മേ ബി ഇനി വരുന്ന ഏതെങ്കിലും ഒരു സെഷനിൽ ചിലപ്പം മാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ, ഗോഡ്സ് ബിസിനസ് എന്താണെന്നുള്ളത്. ഇന്നിപ്പോ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി കഥ പറയാൻ ആവശ്യപ്പെടുന്നില്ല. സ്ട്രേറ്റ് അവേ നമ്മൾ മെഡിറ്റേഷനിലേക്കാണ് പോകുന്നത്. കാരണം ഗോഡ്സ് ബിസിനസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ വിചാരിച്ചാൽ നമ്മൾ എപ്പോഴും വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി എന്നത് നമ്മൾ ഏറ്റവും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ന്യൂ ഏജിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി. നമ്മളാണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയം ഇതിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഫോഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ
ഗോഡ്സ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതിനൊരു ഓർക്കസ്ട്രേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ വേണ്ട ഇവിടെ സൂമിൽ ഇരിക്കുമ്പോഴും ഇതിനെ ആരും അലൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഞാൻ ഇരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മീരെ കാണാം, റൈറ്റ് സൈഡിൽ സജിതയെ കാണാം, അതിന്റെ അപ്പുറത്ത് പ്രിയയെ കാണാം, അതിന്റെ അപ്പുറത്ത് വിജയലക്ഷ്മിയെ, ഇപ്പുറത്ത് താഴെ ഇത് ആരാണ് ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്? പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന വേറെ രീതിയിലായിരിക്കും. സോ ഇതൊരു ഓർക്കസ്ട്രേഷൻസ് കണക്ട് ചെയ്യുന്നത് ഒരു ശക്തിയുടെ ഒരു പ്രത്യേക പ്രഭാവമാണ്. ഒരു ശക്തി ഉണ്ട് ആക്ച്വലി. നമുക്ക് എന്തൊക്കെ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള അഹങ്കാരത്തോടുകൂടി വിചാരിച്ചാലും ഇതിനെ ഒന്ന് ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഫോഴ്സ് ഉണ്ട് അതിനകത്ത്. സോ ദാറ്റ്സ് വൈ നമുക്ക് സറണ്ടറിങ് എന്ന് പറയുന്ന ആസ്പെക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ്. നമ്മൾ ഓരോ കാര്യത്തിലും നമ്മളൊന്ന് സറണ്ടേർഡ് ആയിട്ട് മൂവ് ചെയ്യണം. ഒന്ന് നമ്മളെ ഒന്ന് വിട്ട് ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കുക, ഒന്ന് ഫ്ലോ ചെയ്ത് നോക്കുക. സോ അല്ലാതെ വി ക്രിയേറ്റർ എന്ന് വിചാരിച്ച് നമ്മളിൽ തന്നെ യെസ് ഐ ആം ദി ക്രിയേറ്റർ, അതുകൊണ്ട് സ്റ്റക്കായിട്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, അപ്പൊ ഞാനാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തത് എന്നതിൽ ഞാൻ മാത്രമല്ല. ആക്ച്വലി എന്താ പറയാ, റീസെന്റ് കൂടി എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തനുസരിച്ച് ദർ ഇസ് നോ ഇൻഡിപെൻഡൻസ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ പറയും ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ട്, പക്ഷെ ആക്ച്വലി ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതൊരു നുണയാണത്. ഇൻഡിപെൻഡൻസ് ഇല്ല. എന്നാൽ ഡിപ്പെൻഡൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻസ് ഒരു സത്യമല്ല. റിയൽ സത്യം എപ്പോഴും ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. വി ആർ ഓൾ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. നമുക്ക് എന്താ പറയുക, ഇപ്പൊ ഇവിടെ തന്നെ നമ്മളിത് സൂം നന്നായി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേരുടെ, നമ്മൾ അറിയാത്ത ആളുകളുടെ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ, അല്ലേ? ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ അവിടെ അവരെന്തോ വർക്ക് ചെയ്യുന്നതിന്റെ ഫലമാണ് ഇവിടെ കറണ്ട് ഉള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ ജിയോയുടെ കണക്ഷൻ ഉണ്ട്. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുടെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഒരുപാട് പേര്, നമ്മുടെ കണ്ണിൽ കാണാത്ത ഒരുപാട് പേരുടെ പ്രയത്നങ്ങളുണ്ട്. പലരുടെ ഡിസ്റ്റർബൻസ് ഇല്ലായ്മയുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ കസേരയിൽ ഉറുമ്പ് വന്ന് എന്നെ കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡിസ്റ്റർബൻസ് ആയില്ലേ? ഇന്നത്തെ സെഷൻ കൊള്ളാവാൻ അത്രയും പോരെ? അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 8 കാര്യം ഇങ്ങോട്ട് ചാടി വീണു, ഉടനെ ഞാൻ അയ്യോ 8 കാര്യം വീണു, ഇന്ന് എന്ത് ചെയ്യും? സോ അത് വരുന്നില്ല. വരാത്ത എന്തുകൊണ്ടാണ്? അതിന് വേണം ഇപ്പോഴും വരാവുന്നതാണ്, അല്ലെ? നമ്മൾ വലയും കാണുന്നു, എല്ലാം കാണുന്നു. സോ ഇത് ആരോ പ്രോപ്പറായിട്ട് ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെല്ലാവരും ആ വൈബ്രേഷൻ ഫീൽഡിലേക്ക്, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലവർ ചെയ്യേണ്ട ഒരു ആസ്പെക്ട് ആണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. മോർ വി ഫ്ലവർ ദി ബുദ്ധി, വി ബിക്കം ബുദ്ധ. സോ ബുദ്ധ എന്ന് പറയുന്ന അവയർനെസ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് നമുക്കൊരു അഹങ്കാരത്തിന്റെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, ഒരു അവയർനെസ്, യെസ് ഐ ആം അവെയർ അബൌട്ട് എവരിത്തിങ്. ബട്ട് ലേറ്റർ സ്ലോലി അതിനെയും കൂടി നമ്മൾ പതുക്കെ പതുക്കെ വിടാൻ തയ്യാറാകുക, എക്സ്പീരിയൻഷ്യലി ഫ്ലോ ചെയ്യാൻ തയ്യാറാവുക. വാട്ട് ഈസ് മൈ എക്സ്പീരിയൻസ്, വാട്ട് ഈസ് മൈ റിയൽ എക്സ്പീരിയൻസ് ഇൻ ദിസ് മൊമെന്റ്? ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് മധുരം കഴിക്കണം എന്ന് തോന്നുന്ന സമയമാണ് ഞാൻ പായസം ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? എനിക്ക് മധുരം കഴിക്കണമെങ്കിൽ പായസം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് മധുരമല്ല, എനിക്ക് എരിവാണ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ ഒരു അച്ചാറായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഐ വോണ്ട് ടു എക്സ്പീരിയൻസ്. സോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്റെ ജീവിതം ഭയങ്കര പ്രശ്നത്തിലാണ്, എന്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇത് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്? ഞാൻ എന്തോന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇറങ്ങുന്നത്? ഞാൻ ഏത് സമയവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കരച്ചിലൂടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് ഞാൻ സാഡ്നെസ്സിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് ഗിൽറ്റിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം മാത്രം ഷെയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്. പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈവൻ ഗിൽറ്റ്, ഷെയിം, അപ്പത്തി, ഇങ്ങനെ പറയാൻ പല 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 ലോവർ വൈബ്രേഷൻ എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും പഠിച്ച് വളർന്ന ഒരു സ്റ്റേജിൽ എത്തുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഗിൽറ്റ് എന്താണെന്ന് ആരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ അച്ഛനമ്മമാരോടൊപ്പം ഒരു കുഞ്ഞായി ജീവിച്ച് ഹാപ്പി ആയിട്ട് വന്ന നമ്മൾ പതുക്കെ സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു ടീനേജിലേക്ക് എത്തുന്ന സമയം തന്നെ എന്തോ ഒരു അസ്വസ്ഥത സ്റ്റാർട്ട് ചെയ്യും. കാരണം സെപ്പറേഷൻ സമയമാണ്, ഒരു അസ്വസ്ഥത സ്റ്റാർട്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് നമ്മളൊരു ലൈഫിലേക്ക് ഇറങ്ങുന്ന സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഗിൽറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വളർത്തി വന്ന് നമ്മുടെ പാരന്റ്സിനപ്പുറം ഔട്ട്ഗ്രോ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഗിൽറ്റാണ്. നമ്മുടെ ടീച്ചേഴ്സിനപ്പുറം വളരുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗിൽറ്റ് ഉണ്ടാവും. എത്ര പേര് അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നറിയില്ല, പലരും അതിനപ്പുറം വളരാറില്ല, അത്രേ ഉള്ളൂ. വളരാതെ താഴെ നിൽക്കുക എന്ന അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാവുന്നത്. എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രശ്നം, ഒരുപാട് പേര് സെഷനിൽ വന്നിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് എന്തൊക്കെ ലൈഫിൽ എക്സ്പാൻഡ് ചെയ്താലും ഒരു സമയം കഴിയുമ്പോൾ അവർ താഴെ പോകും. ഈ താഴെ പോകുന്ന ഇവിടെ എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛനമ്മയെക്കാളും ഞാനൊരു പടി താഴെയാണ്. പക്ഷെ ആക്ച്വലി
വേറൊരു പ്രോബ്ലം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. വേറൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഗിൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ഗ്രോ ചെയ്യുന്ന സമയം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് അരഗൻസ് അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഔട്ട്ഗ്രോ ചെയ്യും. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയെക്കാളും നമ്മൾ കുറച്ച് ഏൺ ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ബെസ്റ്റ് ആയെന്ന് വിചാരിക്കുക. മേ ബി അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരിക്കും, ഡെയിലി അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ലൈഫിൽ ഫൈറ്റില്ലാന്ന് വിചാരിക്കുക. ഈ സമയം നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും. അല്ല, മൈ ലൈഫ് ഇസ് ബെറ്റർ ദാൻ യു. ആക്ച്വലി ബെറ്റർ ദാൻ യു ആണ് ആവശ്യം. പക്ഷെ ഈ ഗിൽറ്റ് കോൺഷ്യസ്നെസ് ആണ് നമ്മളെ അലോ ചെയ്യാത്തത്. പക്ഷെ അവിടെ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. There is a tip I am sharing and entering into the meditation. Why we feel guilty? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അച്ഛനമ്മമാരെക്കാളും ഉയരാൻ നോക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനെക്കാളും, പലപ്പോഴും ഞാൻ ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ വളരെയധികം കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ടീച്ചറിനെ, എസ്പെഷ്യലി ഇൻ സ്പിരിച്വൽ സയൻസിലാണെങ്കിൽ, ടീച്ചറിനെക്കാളും ഉയരുമ്പോ സമയം ഒരു കുട്ടികൾ അതിന്റെ മേലിലെത്തുന്ന ഒരു കുട്ടിക്ക് ഒരു അരഗൻസ് ഉണ്ടാവും. ദിസ് ടീച്ചർ ഇസ് ലോ, ഐ എം ബെറ്റർ ദാൻ ദിസ്, ഐ എം മെഡിറ്റേറ്റിംഗ്, ഐ എം ഗ്രേറ്റർ. നമ്മൾ ചില ബുക്സ് ഒക്കെ വായിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തൊട്ട് ഐ എം ഗ്രേറ്റർ. ഈ ഫീല് വരുമ്പം ഈ ആക്ച്വലി നമ്മൾ അഡ്രസ് ചെയ്യാതെ, ഈ ഫീല് വരുന്നതിന്റെ മെയിൻ റീസൺ നമ്മൾ അഡ്രസ് ചെയ്യാത്തൊരു കാര്യം നമ്മുടെ ഗിൽറ്റ് ആണ്. അവിടെ നമുക്കൊരു ഗിൽറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ ടീച്ചറിനെക്കാളും ഒരു പടി മുകളിൽ പോകണം. ഇപ്പൊ പത്രിജി എന്ന് പറയുന്ന മാസ്റ്ററിനെക്കാളും മുകളിലേക്ക് പോകാൻ ഡോക്ടർ ന്യൂട്ടൺ പോകുമ്പോൾ ഒരു ഗിൽറ്റ് വരും. ബട്ട് ആ ഗിൽറ്റ് ഓവർകം ചെയ്യണമെങ്കിൽ there is a tip existing where this guilt is coming. നമുക്ക് ഈ ഗിൽറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്? എനിക്ക് എന്റെ അച്ഛനും അമ്മയെക്കാളിലും വളരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ഗിൽറ്റ് വരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിരിക്കും ആ ഗിൽറ്റ് വരുന്നത്? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? വൈ ഐ ഫീൽ ഗിൽറ്റി? anybody can answer. Yes, ശ്രീകാന്ത്. അവര് വിഷമിപ്പിക്കാണ്ടിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും, ലൈക്ക് എപ്പോഴും നമ്മൾക്ക് അവരുടെ ഒരു പടി താഴെ ഇരിക്കുമ്പോ ആ ഒരു പേരന്റ് എന്നുള്ള ഒരു കംഫർട്ട് എൻജോയ് ചെയ്യാനോ, അങ്ങനത്തെ ഒരു ഫീലിംഗ്. യെസ്, അത് എന്തുകൊണ്ടാണത്? സെപ്പറേഷനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സെപ്പറേഷനായിട്ട് സെപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താം. പക്ഷെ there is ഒരു വൺ വെരി പോയിന്റ് ഉണ്ട്, ഫൈൻ പോയിന്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രമാണത്. One more minute. അവരെ റെസ്പെക്ട് ചെയ്യുന്നോണ്ടായിരിക്കും. അവരെ റെസ്പെക്ട് ചെയ്യുന്നോണ്ടാണ്. ഓക്കെ, അവരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അവരെക്കാളും മുകളിൽ പോകാൻ പറ്റില്ല. ഈഗോ. നമുക്ക് എന്തുകൊണ്ടാണ് ഗിൽറ്റ് വരുന്നത്? ഇതാണ് ചോദ്യം. നമ്മളൊരു സാധനത്തെ ഉപദ്രവിക്കാന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഒരു ഫോഴ്സ് ആണ് ഗിൽറ്റ്. മീൻസ് നമ്മുടെ മിസ്റ്റേക്ക് നമ്മളെ തിരിച്ചറിയിക്കേണ്ട ഒരു ഫോഴ്സ് ആണ് ഗിൽറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ഇപ്പൊ ഞാനിപ്പോ ഒരാളെ വഴി കാണുന്നു, ഒരാളെ വാളെടുത്ത് വെട്ടി, എനിക്ക് ഗിൽറ്റ് വന്നില്ലെങ്കിൽ ഞാൻ വെട്ടി 4-5 പീസാക്കി വേണമെങ്കിൽ ഒരു പാത്രത്തിലിട്ട് കച്ചവടം ചെയ്യാം, അല്ലേ? പക്ഷെ എനിക്കെന്തോ ഒരു ഗിൽറ്റ് വന്നു കഴിഞ്ഞാൽ അയ്യോ മുറിഞ്ഞു എന്നുള്ളവര്. ഇപ്പൊ എന്റെ മോൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു ഗിൽറ്റ് ആണ് ആക്ച്വലി. കുട്ടിയായിരിക്കുന്ന സമയത്ത് നഴ്സറി പോയ സമയത്ത് അടുത്തുള്ള ഫ്രണ്ട്, ഇപ്പോഴും എനിക്ക് ആ ഫ്രണ്ടിന്റെ പേര് ഓർമ്മയുണ്ട്, ഘനശ്യാം എന്നുള്ള ഫ്രണ്ടിനെ പിടിച്ചിട്ട് നല്ല കടി കൊടുത്തു. കടിച്ചിട്ട് എല്ലാ ദിവസവും രാത്രി ഘനശ്യാമിനെ കടിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിതുമ്പും. രാത്രി ഉറക്കത്തിന് മുമ്പ് ഇങ്ങനെ ആവും. അപ്പൊ ഞങ്ങൾ അയ്യോ എന്താ പ്രശ്നം? അവസാനം ഞങ്ങൾ ഘനശ്യാമിന്റെ അമ്മയും അങ്ങനെ പീഡും ഒക്കെ ആയിട്ട് സംസാരിച്ച ശേഷമാണ് അത് സെറ്റിൽ ആയത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്തുകൊണ്ടായിരിക്കും കടിച്ചതിൽ അത്രയും ഗിൽറ്റ് ഉണ്ടായത്? നമ്മളാരും പഠിപ്പിച്ച ഗിൽറ്റ് അല്ലത്, ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായ ഗിൽറ്റ് അല്ലത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളാരെങ്കിലും ഘനശ്യാമിനെ കടിച്ചോ, മോശമായി പോയി, കാണിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായ ഗിൽറ്റ് അല്ല. ബട്ട് നാച്ചുറലി ആ ഗിൽറ്റ് എന്തായിരുന്നു അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ദാറ്റ്സ് ഓൺലി മൈ ക്വസ്റ്റ്യൻ. One more minute. ഇനേറ്റ് ആയിട്ട് ഉള്ളിലുള്ള ഒരു മൂല്യബോധം. മൂല്യം എന്താണ്? ആ മൂല്യം എവിടെ നിന്നാണ് ഉണ്ടായത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ആ മൂല്യം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഡിവിനിറ്റി, ഉള്ളിലുള്ള ഡിവിനിറ്റി. അതൊക്കെ സമ്മതിച്ചു. ഡിവിനിറ്റി എന്താണ്? ഡിവിനിറ്റി പാരന്റ്സ് പഠിപ്പിച്ചു കൊടുത്തത്. സിമ്പിൾ ആയ ഒരു ആൻസർ ആണ്. പക്ഷെ നമ്മളിങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് നോക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയത്
ഹർട്ട് ചെയ്തു എന്നൊരു ബോധം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഗിൽറ്റ്. നമ്മൾ സങ്കടപ്പെടുന്നതിനാണ് അവരെ ഹേർട്ട് ചെയ്തതില്. Hello, I think we love them a lot, and with that love, we don't want to go above their level. That can be one of the reasons why അങ്ങനെ ഒരു ഫീലിംഗ്, നമുക്ക് അവരെക്കാളും വലുതാകണ്ടെന്നൊരു തോന്നല്, അത് അവർക്ക് ഇൻസൾട്ട് ആകുമെന്നൊരു തോന്നല്. That can എക്സാക്ട്ലി സിമ്പിൾ വേർഡ് ലവ്. കുറച്ചുകൂടി വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പാഷൻ. സോ ഗിൽറ്റിന്റെ ഉള്ളിൽ, ഏത് ഗിൽറ്റിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാലും ദർ ഇസ് എ ലവ്. ഇനി നമ്മളിൽ ഗിൽറ്റി ആവുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സെൽഫ് ലവ്. നമ്മളൊരു കാര്യം ചെയ്തു, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന സമയം ആക്ച്വലി വാട്ട് ഈസ് എക്സിസ്റ്റിംഗ് ഈസ് സെൽഫ് ലവ്. നമുക്ക് സെൽഫ് ലവ് ഉള്ളവരാണല്ലേ നമ്മൾ പലപ്പോഴും ഗിൽറ്റി ആവുന്നവരല്ലേ അല്ലെ? മലയാളികൾക്ക് ഒരുപാട് ഗിൽറ്റ് ഉള്ളവരാണ്, പക്ഷെ ഗിൽറ്റിനെ അക്സെപ്റ്റ് ചെയ്യാറില്ല എന്നുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ലോവർ കോൺഷ്യസ്നെസ് പല എനർജീസും ഉള്ളിൽ കിടക്കുന്ന എലമെന്റിലേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്താൽ. ബിക്കോസ് ഞാൻ ഇന്ന് രസകരമായിട്ട് പേ അറ്റൻഷൻ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിള് നമ്മുടെ ഗ്രൂപ്പിൽ ആരോ ഇട്ടിരുന്നു, ഇപ്പോ ആരാന്ന് ഓർമ്മ കിട്ടുന്നില്ല. പേയിങ് അറ്റൻഷൻ, എന്തിലോട്ടോ പേയിങ് അറ്റൻഷൻ, കാരണം ഒരുപാട് മെസ്സേജ് ആയിട്ടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ബട്ട് പേയിങ് അറ്റൻഷൻ ടു വാട്ട് വി വോണ്ട് ഓർ വാട്ട് വി ലവ്. സോ ആ അറ്റൻഷൻ നമുക്ക് എന്താ അതിനകത്തുള്ളത്? ദാറ്റ് ഈസ് ലവ്. ലവിലേക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് പുഷിംഗ് ദി ലോവർ ഹയർ ഡിലൈറ്റ്. സോ ഡിയർ ഫ്രണ്ട്സ്, ക്ലോസ് യുവർ ഐസ്, clasp your fingers and cross your legs for just 5 minutes. Okay, now you all close your eyes. Once more, I ask you to open your eyes. നമുക്ക് കണ്ണടയ്ക്കാൻ അറിയാം, അപ്പൊ നമുക്ക് കണ്ണു തുറക്കാൻ അറിയാമല്ലോ. അപ്പൊ ഒരു പ്രാവശ്യം കണ്ണു തുറക്കുക. ഈ സമയം നമ്മൾ ഇരിക്കുന്ന കസേര ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്ന 2 മൂവ്മെന്റ്സ് ആണ് ഞാനിപ്പോ ഷെയർ ചെയ്യുന്നത്. 2 മൂവ്മെന്റ്സ് ആണ് ഇന്നത്തെ മെഡിറ്റേഷൻ മുമ്പുള്ളൂ. ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ 2 സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് കംഫർട്ടബിൾ? നിങ്ങൾ ഇരിക്കുന്ന സ്പേസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. നിങ്ങളുടെ കംഫർട്ടില് ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ പെൻഡുലമായിട്ട് ഈ 2 സൈഡിൽ മൂവ് ചെയ്യുന്ന സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏനസിനും ജനറ്റൽസിനും ഇടയ്ക്കുള്ള പെരിനിയം എന്ന് പറയുന്ന സ്പേസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, മനസ്സ് ഇരിക്കുന്നത്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്ന സമയം നിങ്ങളുടെ ഫോക്കസ് ഹാർട്ട് സ്പേസിലായിരിക്കും. Is it clear? When it is clear, yes. അപ്പൊ ഈ 2 മൂവ്മെന്റ് ഞാൻ പറയുമ്പോൾ ഓർക്കുക. വൺ ഈസ് പെൻഡുലം മൂവ്മെന്റ്. പെൻഡുലം മൂവ്മെന്റ് ആണ് സൈഡ് വൈസ് മൂവ്മെന്റ്, ആൻഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റ്. ഓക്കെ, then close your eyes. ഇരിക്കുന്ന സ്പേസിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് എ പെൻഡുലം മൂവ്മെന്റ്. നമ്മുടെ എന്താ പറയുക, ഏനസിനും ജനറ്റൽസിനും ഇടയ്ക്കുള്ള സ്പേസ്, പെരിനിയം എന്ന സ്പേസിൽ ശ്രദ്ധിച്ചുകൊണ്ട് വി സ്റ്റാർട്ട് ദി പെൻഡുലം മൂവ്മെന്റ്. ഈ പെൻഡുലം മൂവ്മെന്റ് ചെയ്യുന്ന സമയം ഞാൻ പറയുന്ന ഒരു അക്ഷരം എന്ന് പറയുന്നത് സോഹം എന്നുള്ളതായിരിക്കും. സോഹം. ഇതിന്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ ആ സമയം നിങ്ങളുടെ മൂവ്മെന്റിന്റെ സ്പീഡും കൂടുന്നുണ്ടാവും. സ്പീഡ് കുറയുകയാണെങ്കിൽ മൂവ്മെന്റിന്റെ സ്പീഡ് കുറയുന്നുണ്ടാവും. ഓക്കെ, soham 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 soham
Soham, Soham. Statue. Fully focus on your root space in between anus and genital. ആ സ്പേസിൽ ഒബ്സർവ് ചെയ്യുമ്പം മനസ്സിലേക്ക് എന്താ വരുന്നതെന്ന് മാത്രം ശ്രദ്ധിക്കുക. പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു തോട്ട് എന്താണ്, അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ഉള്ളിൽ വരുന്നത് എന്താണ്, എന്തെങ്കിലും ഇമോഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം വാട്ട് എവർ കംസ് അലൗ ടു കം, അലൗ ഇറ്റ് ആസ് ഇറ്റ് ഈസ്. വരാനാണെങ്കിലും അതിന് പോകാനാണെങ്കിലും ഒക്കെ അനുവദിക്കുക. വെറുതെ അതിനെ അഡ്രസ് ചെയ്യാനോ അതിൽ വർക്ക് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ പോകുന്നത്. വെറുതെ അറിയുക what is coming to you. You are not holding it. ബ്രെത്ത് ഒബ്സർവ് ചെയ്യുന്ന പോലെ തന്നെ വരിക പോവുക. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ പൂർണ്ണമായ ഒരു അറ്റൻഷൻ ബ്രെത്ത് അവയർനെസ്സിലും കൂടിയാണ്. യു ആർ കംപ്ലീറ്റ്ലി അവെയർ അബൌട്ട് യുവർ ഇൻ ബ്രെത്ത് ആൻഡ് ഔട്ട് ബ്രെത്ത്. യു ആർ ടോട്ടലി അവെയർ. മെല്ലെ അവയർനെസ് കൂടി 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 ഹാർട്ട് സ്പേസിലേക്ക് ഒന്ന് അറ്റൻഷൻ കൊണ്ടുവരിക. റൂട്ട് സ്പേസ് ചെയ്യുന്ന അറ്റൻഷൻ ക്വിക്ലി ടു യുവർ ഹാർട്ട് സ്പേസ്. എല്ലാ ലോവർ കോൺഷ്യസ്നെസ്സിനെയും അംഗീകരിച്ചുകൊണ്ട് മെല്ലെ അറ്റൻഷൻ ഹാർട്ട് സ്പേസിൽ കൊണ്ടുവരിക. ഹാർട്ട് സ്പേസ് വരുന്ന സമയം നിങ്ങൾ മൂവ് ചെയ്യുന്നത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റ് ആയിരിക്കും. ഞാൻ പറയുന്നത് സോഹം എന്നുള്ളതായിരിക്കും. ഓക്കെ, സോഹം 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 സോഹം. സ്റ്റാച്യു. ഈ സമയം ഹാർട്ട് സ്പേസിൽ ഒബ്സർവ് ചെയ്യുമ്പം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ഈസ് എക്സിസ്റ്റിംഗ്? ഇറ്റ് ക്യാൻ ബി എ പോസിറ്റീവ് ഫീലിംഗ്, ഇറ്റ് ക്യാൻ ബി എ നെഗറ്റീവ് ഫീലിംഗ്. എന്ത് ഫീലിംഗ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. ഒന്നിനെ ഒഴിവാക്കാതെ അത് അറിയുക. And slowly move your attention above and touching your third eye. പിരികങ്ങൾക്കിടയിലുള്ള സ്പേസിലേക്ക് ശ്രദ്ധിക്കുക. ആ സ്പേസിൽ ബ്രെത്തിനെ പറ്റി അവെയർ ആകുക. ഈ സമയം ബ്രെത്തിൽ അവെയർ ആവുന്ന സമയം മൂക്കിന്റെ അറ്റത്ത് അവെയർ ആകുക. നോസിലൂടെ ബ്രെത്ത് എൻ്റർ ചെയ്യുന്നു, അത് തേർഡ് ഐ പോയിന്റിൽ ഹിറ്റ് ചെയ്യുന്നു. എക്സൈൽ ചെയ്യുമ്പോൾ നോസിലൂടെ പോകുന്നു. രണ്ട് നോസ്ട്രിലൂടെ ബ്രെത്ത് കയറുന്ന സമയം യു ക്യാൻ എക്സ്പീരിയൻസ് എ പിരമിഡ് ഷേപ്പ്. ലെഫ്റ്റ് നോസ്റ്റിലൂടെ റൈറ്റ് നോസ്റ്റിലൂടെ ഇങ്ങനെ ബ്രെത്ത് വന്ന് രണ്ട് സൈഡിൽ കൂടി വരുന്നത് ജോയിൻ ചെയ്യുന്നത് തേർഡ് ഐയിലാണ്. തേർഡ് ഐയിൽ ഹിറ്റ് ചെയ്യുന്നു, ദെൻ അഗെയിൻ അത് രണ്ട് സൈഡിൽ കൂടി പുറത്തേക്ക് പോകുന്നു. യു ആർ ഓൺലി ഒബ്സർവിങ് യുവർ ബ്രെത്ത്. With that awareness, again, I like you to come all the way down and down to root space. In this moment onwards, your movement will become little more faster than before. Root space il varumbo ningal body e pendulum ആയി മൂവ് ചെയ്യുന്ന സമയം കുറച്ചുകൂടി ഫാസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കും. Okay, so completely allow, be flexible, relaxed, be with that flow of energy.
Soham, 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 soham. Statue. Observe on the root space what you are experiencing. Root space observe ചെയ്യുന്ന സമയം ഉള്ളിലുള്ള എക്സ്പീരിയൻസ് എന്താ? Be aware about your experience. എക്സ്പീരിയൻസിനെ പറ്റി ബോധമാകുന്ന ഒരു അവസ്ഥ. അവിടെയുള്ള സെൻസേഷൻസിനെ പറ്റി, ഫിസിക്കൽ സെൻസേഷൻസ്, ഇമോഷണൽ ഫീലിംഗ്സ്, തോട്ട് പ്രോസസ് ആൻഡ് മെന്റൽ എനർജി. ആ സമയം മനസ്സിലേക്ക് എന്തെങ്കിലും ഇൻസൈറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ അലോ ചെയ്യുക. ടോട്ടൽ അലോവിങ് ആൻഡ് പേയിങ് ഓൾ അറ്റൻഷൻ ടു യുവർ എക്സ്പീരിയൻസ്. You're not avoiding any single experience. Totality. Purnam, Purnamada, Purnamidam, Purnat Purnamudachyate, Purnasya, Purnamadaya, Purnamevava Shishyate. Om Shanti Shanti. So slowly move your attention to your heart space. Pay attention. Again, your movement is little more faster than before. Soham, 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 soham. Soham, 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 soham. Statue. ഹാർട്ട് സ്പേസിൽ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? പൂർണ്ണമായും ബ്രത്തിനെ പറ്റി അവെയർ ആകുക. ഹാർട്ട് സ്പേസിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രത്ത് വരുന്ന സമയം ഹാർട്ട് സ്പേസ് എക്സ്പാൻഡ് ചെയ്യുകയാണോ, കോൺട്രാക്ട് ചെയ്യുകയാണോ? ഹാർട്ട് സ്പേസിനുള്ളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? The breath is coming, breath is going. What you are experiencing? Slowly shift your awareness from the heart space to third eye. Eyebrow സെന്ററിലേക്ക് അറ്റൻഷൻ കൊണ്ടുപോകുന്ന സമയം രണ്ട് നോസ്ട്രിലൂടെ പിരമിഡ് ഷേപ്പിൽ, ട്രയാങ്കിൾ ഷേപ്പിൽ ബ്രത്ത് വരുന്നു, അത് തേർഡ് ഐയിൽ ഹിറ്റ് ചെയ്യുന്നു, ബ്രത്ത് പോകുന്നു. സോ ഈച്ച് ടൈം ഓരോ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോഴും ട്രയാങ്കിൾ ഷേപ്പിൽ വന്ന് തേർഡ് ഐ പോയിന്റിൽ ഹിറ്റ് ചെയ്യുന്നു. ശ്വാസം പോകുന്ന സമയം മെല്ലെ ആ സ്പേസ് റിലാക്സ്ഡ് ആവുന്നു, ഓപ്പൺ ആവുന്നു. സോ ഈ ടൈം വാട്ട് യു ആർ എക്സ്പീരിയൻസിങ് ഇൻ ദി തേർഡ് ഐ. ഈസ് ദർ എനി വിഷൻ? എന്തെങ്കിലും വിഷൻസ് ഇങ്ങോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യാണോ? എന്തെങ്കിലും ഓർമ്മകൾ വരികയാണോ? ഓണം എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഊഞ്ഞാലാടി എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓണസദ്യ എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പൂക്കളമിട്ടു എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വരുന്നുണ്ടോ? ഈ വേർഡ്സ് കേൾക്കുമ്പോൾ എന്താണ് തേർഡ് ഐയിൽ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പെർസീവ് ചെയ്ത എൻ്റയർ ലൈഫ് റിയാലിറ്റീസ് എങ്ങനെയൊക്കെയാണ് ഓപ്പൺ ആവുന്നതെന്ന് അറിയുക.
and last round. Again from the third eye, all the way down and down, reach your roots. Know what you we really experienced inside. എന്തായിരുന്നു ഞാൻ അനുഭവിച്ചത്? Okay, so move like a pendulum, very slow, very 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 slow. So 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 statue. Slowly move your tension above, higher and higher, to heart space. Again, the movement is so deeper and very slow. വളരെ പതുക്കെയുള്ള movement. So back to normal statue. Heart space il endha experiencing. From this space, again moving higher and higher to third eye space, in between two eyebrows center. Pay attention to your breath.
Focus on your third eye. In this moment, you consciously visualizing a spiral movement in front of your third eye. So I'm counting from 10 to 1. Through this space, a whirling moments. You are creating it because you are a creator. സ്വയം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ്. ഒരു വേർളിംഗ് സെൻസേഷൻസ്, വേർളിംഗ് മൂവ്മെന്റ്, അതിലൂടെ അവനവന്റെ കോൺഷ്യസ്നെസ്, അവനവന്റെ എനർജി അതിലൂടെ ട്രാവൽ ചെയ്ത് ഏത് സ്പേസ് ഓഫ് വൈബ്രേഷനിലേക്കാണ് എത്തിച്ചേരുന്നത്? വി ആർ ട്രാവലിംഗ് ടു എ വൈബ്രേറ്ററി സ്പേസ് full of vibration, some new experience. 10. Moving all the way through this whirling moment. 9. The whirling sensation load, you're traveling towards a vibratory space. Vibration niranja ഒരു സ്പേസിലേക്ക് യാത്ര ചെയ്യാം. 8. It's full of vibration. 7, 6, 5, 4, 3, 2, 1. Stop all your analytical mind and simply experiencing the vibration. The moment you are in that space, simultaneously your current physical body starts experiencing the vibration. More your awareness on your breath, more your attention go deeper and deeper in this vibratory space. Different dimensions of this vibration is yet to awaken now. Different possibilities of this vibration is opening now. ഒരുപാട് സാധ്യതകൾ വൈബ്രേഷന്റെ, ആ സാധ്യതകൾ, ഒരുപാട് ഫേസസ്, different phases of vibration, different dimensions of vibration, different levels of existence of this vibration. ഇതെല്ലാം you are sensing, you are knowing, you are aware with only your third eye and your current physical body. Body will show certain sensations. So you are in a two-way process. One way of your attention is completely in the body, another attention in this vibratory space. So you slowly understand what is meant by vibration. What exactly is this vibration? What is the geometrical nature of this vibration? What are the type of texture of this vibration? The movement of this vibration. This vibration lead you to a higher state of consciousness. Understanding the higher consciousness in every lower consciousness. So you feel like you are moving higher and higher. A feeling of moving higher and higher, a lengthening experience in this vibratory space, which completely letting go all this stale energy in your physical, emotional, mental, and spiritual plane. So letting go all the tiredness inside you, letting go all the used up energies. You are going more and more deeper,
So in the whole period of your experience, I'm just counting from 100 to 1. Each countdown help you to go much more deeper than before. Every time it reached to at 90, you go much deeper. Once it reach 80, you go much deeper. Like that, you go into a very depth of your experience. 100, 99, 98, 97, 96, 95, 94, 93, 92, 91, 90, 89, 88, 87, 86, 85, 84, 83, 82, 81, 80, 79, 78, 77, 76, 75, 74, 73, 72, 71, 70, 69, 68, 67, 66, 65, 64, 63, 62, 61, 60, 59, 58, 57, 56, 55, 54, 53, 52, 51, 50, 49, 48, 47, 46, 45, 44, 43, 42, 41, 40, 39, 38, 37, 36, 35, 34, 32, 31, 29, 28, 27, 26, 25, 24, 23, 22, 21, 20, 19, 18, 17, 16,
13, 14, 13, 12, 11, 10, 7, 6, 5, 4, 3. Once my count reached 2, 1, it reaches to 1. ഒന്നിലേക്ക് എത്തുന്ന സമയം you all experience a unity consciousness of 40 members. 41 പേര് ഒരുമിച്ചിരിക്കുന്ന 41 together or more together in a big space, in a circle of energy in this vibration. 2 and 1. Feel a circle of vibration with energy beings, more than 40 energy beings together. Feel like all that vibration is moving higher and higher. Every vibration is settling and staying above your head. It has its own pattern. ഒരു പ്രത്യേകതരം പാറ്റേണിൽ, പ്രത്യേകതരം രൂപത്തിൽ എല്ലാ വൈബ്രേഷനും now settling above your head in that space. And this vibration working in two ways. One, this vibration is moving and connecting to the vibration of Kerala. Another part of the vibration is completely down and down through your Sahasrara, through the center of your head, filling you for individual growth, individual evolution. നമ്മൾ ഓരോരുത്തരുടെയും സ്വന്തം എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഈ സെയിം എനർജി of this above 40 number vibration. So feel all the vibration, one part is moving higher and higher. It is touching to the vibratory field of God's own country. And one part is completely connecting to one's own Godhood. Individual, unique consciousness. Individual consciousness. Jivatmavilekku. അതിലൂടെ ഈ കറണ്ട് ലൈഫിലേക്ക്. സോ ഒന്ന് ഭൂമിയിലേക്ക് നമ്മളിലൂടെ ഇറങ്ങുന്നു, ഒന്ന് ഭൂമിയുടെ വൈബ്രേറ്ററി സ്പേസിലേക്ക്. ലാസ്റ്റ് 3 more minutes. Experience this energy moment, energy flow. One energy is flowing upward, another energy is flowing downward, and completely supporting and helping our individual growth. It creates more awareness inside. A new light, a new abundance inside. Last 3 more minutes. So once it is entering, all the stale energies will let it go. The energy of the downward movement is rooting to the Mother Earth. ഒരു വേരുകളിലൂടെ Mother Earthലേക്ക് root ചെയ്യാണ്. The above upward movement of the energy is touching the vibratory field of God's own country. Last 2 more minutes. Experience what you are experiencing in this time. Focus on your experience. Experience. Feel like your buddhi is flowering like a lotus in this time. More and more you are experiencing and dissolving the ahangara inside.
awakening the uniqueness inside. Last 1 minute. Purna Atma. It's completely with you and giving you a deeper feeling that Purnam, Purnamada, Purnamidam, Purnat, Purnamudachyate, Purnasya, Purnamadaya, Purnamevavashishyate. Om Shanti, Shanti, Shanti. Sarvesham swastir bhavatu. Sarvesham swastir bhavatu. Sarvesham shantir bhavatu. Sarvesham shantir bhavatu. Maya sarve bhadrani pashyantu. Shanti, Shanti, Shanti. Last 10 seconds. Now you completely back to your body. Feel your body. Experience your body. Slowly take a deep breath. When I'm saying so, you are inhaling. When I'm saying hum, you are exhaling. So, hum. Every exhalation through your mouth like a breeze. So, hum. So, hum. So, hum. 1. Every day in every way you are rising your vibration. 2. Every day your energy is contributing to this vibratory field. 3. Feel this moment as a blessing moment in your life. 4. Totally accepting all with throat, shoulders and arms, abdomen, back, buttocks, genitals, thighs, knees, calf muscles, ankles, and toes. And slowly, gradually open your eyes.
Happy Onam. ആക്ച്വലി ഇന്നിങ്ങനെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് എന്നുള്ളത് എൻ്റെ ഒരു പ്ലാനിനകത്ത് ഇല്ലായിരുന്നതാണ്. കാരണം തിരുവനന്തപുരത്ത് വന്ന് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. സോ ഇറ്റ് ഈസ് സംവെയർ എ ഹയർ ഡിസിഷൻ. So whoever respected that higher decision, my namaskar. Actually, it is called dedication and our challenge. ലൈഫിൽ നമുക്ക് തരുന്ന ചലഞ്ച് ആണ്. ഇങ്ങനത്തെ ചില ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഇന്നർ ഡെഡിക്കേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഐ റിയലി റെസ്പെക്ട് ഓൾ ഓഫ് യുവർ ഇന്നർ ഡെഡിക്കേഷൻ ഇൻ ദിസ് മൊമെന്റ്. ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. മെഡിറ്റേഷനിൽ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആഴത്തിൽ കിടക്കുന്ന ഡെഡിക്കേഷൻ ആണ് ഇന്ന് ഈ വെബിനാറിൽ വരാൻ അവസരം ഉണ്ടാക്കിയത്. ബിക്കോസ് നമുക്ക് ഒരുപാട് എക്സ്ക്യൂസ് ഉള്ള ദിവസമുണ്ട്. എക്സ്ക്യൂസ് അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് എ റീസൺ. ഐ എം നോട്ട് സെയിങ് എക്സ്ക്യൂസ്. നമുക്ക് ഫാമിലിയോടൊപ്പം ഇരിക്കാം, റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകാം, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള ദിവസമുണ്ട്. അല്ല, അവരോട് വിളിക്കാം, അവരോട് ചാറ്റ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ബട്ട് സ്റ്റിൽ ഇന്ന് ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി എ ഡെഡിക്കേഷൻ ടു യുവർ സാധന. ആൻഡ് ഐ അപ്രീഷിയേറ്റിംഗ് ആൻഡ് എന്താ പറയാ, വേറെ വാക്കുകളൊന്നുമില്ല. Truly I respect. Yes, okay. We all together is also a big family. Yes, that's true. So anybody want to share one experience കേൾക്കാൻ താല്പര്യമുണ്ട്? ചിലപ്പം ആർക്കെങ്കിലും അതൊരു ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ന്യൂ ലൈഫ്, ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് കാര്യങ്ങളിൽ വളരെ ഫാസ്റ്റ് ആയിട്ട്. ഒരുപക്ഷെ കഴിഞ്ഞൊരു 15 വർഷം ട്രാവൽ ചെയ്തതിൽ നിന്നും ഭയങ്കരമായ ഒരു ആക്സിലറേറ്റഡ് ലേണിംഗ് ഉണ്ടായിരിക്കുന്ന ഒരു പീരീഡ് ആണ് 2020 എന്ന് പറയുന്നത്. സോ ഇനിയും കഴിഞ്ഞിട്ടില്ല. സൊള്ളി എന്താ പറയാ, ഓഗസ്റ്റ് അല്ലേ? യെസ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 4 മാസം. 4 മാസം വളരെ വളരെ ക്രൂഷ്യൽ പീരീഡ് ആണ്. ഡിസംബർ എന്ന് പറയുമ്പം യെസ്. സോ ആരാണ് ഷെയർ ചെയ്യുന്നത്? ഞാനിങ്ങനെ വാജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ഞാൻ പറയട്ടെ? യെസ് സർ, ഞാൻ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരേ ഒരു വിഷൻ, അങ്ങനെ ഒരു വലിയ ഒരു ഗോൾഡൻ ലോട്ടസ്, ഹ്യൂജ് ലോട്ടസ്. അതിന്റെ അടിയില് എന്തോ ഒരു കാട്ടുതീ മാതിരി. അതില് കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് മാതിരി കാണാനുള്ളൂ, ഇങ്ങനെ ഓടി പോണത്. അതുമാത്രം എനിക്ക് എന്താണെന്നും മനസ്സിലായില്ല. അങ്ങനെ ഒന്ന് കണ്ടു. ഇനി ലാസ്റ്റ് സാറ് ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ് പറഞ്ഞില്ലേ, സാർ പറഞ്ഞില്ലേ ബുദ്ധി ഒരു ലോട്ടസ് മാതിരി റേസ് ചെയ്ത് അതില് നമ്മുടെ അഹങ്കാരത്തെ ദഹിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി മേ ബി അതായിരിക്കും ഞാൻ കണ്ടത്. താങ്ക് യു സോ മച്ച്. സോ എല്ലാം മുൻകൂട്ടി കാണുകയാണ്. വെരി ഗുഡ്. പറയുന്നതിന് മുമ്പേ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ദാറ്റ്സ് ഗ്രേറ്റ്.
Oh. Yes. Zoom boy. Mira. ഹലോ ആസാ ഗിരിജയാണ്. പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്. ഹലോ. എൻ്റെ ബോഡി ഫുൾ ടൈം ഒരു റൗണ്ട് ചെയ്ത് ആ വൈബ്രേഷനിലായിരുന്നു. അതായത് ആ സ്പൈറൽ അതിൽ തന്നെ എൻ്റെ ബോഡി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ ടൈം. എന്നിട്ട് ലാസ്റ്റ് ആ താഴേക്ക് റൂട്ടിലേക്കും മുകളിലേക്കും ഉള്ളത് അങ്ങനെ പോകാൻ അനുവദിക്കാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് സഡൻ ആയിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു ആ വൈബ്രേഷൻ ബോഡിയുടെ. അത്രയും ടൈമും ബോഡി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ തന്നെ ചെറുതായിട്ട് എനിക്ക് ഉള്ളിൽ അറിയാം ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ബോഡി ഫുൾ. പിന്നെ ഈ തലയുടെ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് ആ എനർജി ഫീലിംഗും ഉണ്ടായിരുന്നു, ഒരു ഹെവി ആയിട്ട്. എന്നിട്ട് ആ വൈബ്രേഷൻ ആ മുഴുവൻ ലാസ്റ്റ് ആ റൂട്ടിലൂടെ കാലിന്റെ അടിയിലൂടെ ആ റൂട്ടിലൂടെ സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, പിന്നെ മുകളിലേക്കും ഹയർ ഇതിലേക്കും. അത് കഴിഞ്ഞപ്പം സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ ആ എനർജി എന്താ പറയാ ഉള്ളിലുണ്ടായിരുന്ന കംപ്ലീറ്റ്ലി അത് എക്സ്പാൻഷനിലേക്ക് മൂവ് ചെയ്തു ആക്ച്വലി. ദാറ്റ്സ് വണ്ടർഫുൾ. എന്നുവെച്ചാൽ നമ്മളിൽ കണ്ടെയ്ൻഡ് ആയി കിടക്കുകയായിരുന്നു ആ എനർജി, ശരിക്ക് 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. സാധാരണ അതിന്റെ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് നമ്മളിൽ നിന്ന് അത് പതുക്കെ വിട്ടു. സോ ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ. ഓക്കെ, സോ ഫ്രണ്ട്സ്, സോ ടുഡേ ടാറ്റ, ബിക്കോസ് ഇങ്ങനെ നെറ്റ് ഇങ്ങനെ അൺസ്റ്റേബിൾ കളിച്ചോണ്ടിരിക്കുകയാണ്. സോ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണാം. ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. വീക്കിലി വൺസ് നമ്മൾ മെഡിറ്റേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ മെസ്സേജസ് കേട്ടിട്ടില്ലെങ്കിൽ വീണ്ടും അത് മെസ്സേജ് ആയിട്ടോ ഓഡിയോ ആയിട്ടോ ഇടാം. കാരണം ടൈപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ് ഓഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, Thank you, സോ sir. ബൈ. Thank you, Thank sir. you so much, sir. Thank you so much. Thank you so much, sir. Thank you all. Thank you, sir.